ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ ലെറ്റ്സ് ബ്രീത്ത്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ്. എന്താണെന്നല്ലേ കാണാം. ഇതൊരു 3D പ്രിൻ്ററാണ്. ക്രിയാലിറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ Ender-5 Plus എന്ന മോഡലാണ് നമ്മളിവിടെ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരുള്ള വോൾ 3D എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. വോൾ 3 എന്ന് പറയുമ്പോൾ WOL 3D എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ഒരു മുംബൈ ബേസ്ഡ് ഹെഡ് ഓഫീസുള്ള ഒരു കമ്പനിയാണ്. അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് കോയമ്പത്തൂരുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെയാണുള്ളത്. ആക്ച്വലി നമ്മൾ ഈ മെഷീൻ പർച്ചേസ് ചെയ്തതാണ്. നമ്മൾ മുംബൈയിലുള്ള അവരുടെ ഓഫീസിൽ നിന്ന് അവർ ഡയറക്റ്റ് കൊറിയർ അയച്ചതാണ് ഈ മെഷീൻ. അപ്പോൾ ഈ മെഷീൻ പല പാർട്ടുകളായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ മെഷീൻ എല്ലാം അസംബിൾ ചെയ്യണം. കംപ്ലീറ്റ് ഒരുപാട് പാർട്സ് ആയിട്ടാണ് അവർ അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് അസംബിൾ ചെയ്യാൻ പോവുകയാണ്. ഈ പിക്ചറിൽ കാണുന്നതാണ് ഇതിൻ്റെ പാർട്സ്. ഇതാണ് അവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ള പെട്ടി. നമുക്ക് ഈ പെട്ടി തുറന്നു നോക്കാം. ഉണ്ടോ, നല്ല വൃത്തിയായിട്ടും പ്രൊഫഷണലായിട്ടും അവർ പാർട്സ് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. വെൽ പാക്ക്ഡാണ് എല്ലാ പാർട്സും. അതിൻ്റെ കൂടെ ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു മാനുവൽ അവർ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബോട്ടം ഫ്രെയിം. ഇതിൻ്റെ 4 സൈഡിലും ഇതിൻ്റെ അലുമിനിയം പ്രൊഫൈലുണ്ട്. അത് 4 സൈഡിലും നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 4 അലുമിനിയം പ്രൊഫൈലും ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ടോപ്പ് ഫ്രെയിം ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. രണ്ട് സെഡ് ആക്സിസ് ഫ്രെയിം വരുന്നുണ്ട് ഇതിൽ. അത് രണ്ടും നമ്മൾ 2 സൈഡിൽ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിലെ വയറെല്ലാം നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോവാണ്. എല്ലാം മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ വയറെല്ലാം കണക്ട് ചെയ്യാൻ പോവാണ്.
അടുത്തതായി ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ ബെഡ് അസംബിൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ അസംബ്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കണക്ഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ബെഡ് ലെവൽ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം.